ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്ലൈഡ് ഫിസിക്സ് 1-ലെ മൊഡ്യൂൾ 1-ലെയും 2-ലെയും പ്രോബ്ലം സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽസ് ആണ്. ആദ്യം തന്നെ മൊഡ്യൂൾ 1-ലെ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ പെർസെൻറ്റേജ് എറർ ഓഫ് 3.7, 3.2, 2.1 മൂന്ന് നമ്പേഴ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ മൂന്ന് നമ്പറിൻ്റെ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാനാണ് എന്ത് ചോദിച്ചിട്ടുള്ളത്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നിട്ടുള്ള ഈ മൂന്ന് നമ്പേഴ്സിനെ A1, A2, A3 എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നമ്പേഴ്സിനെ A1, A2, A3 എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്യുക. എന്തുകൊണ്ടാണ് A3 വരെ മാത്രം നമ്മൾ നിർത്തിയത്? മൂന്ന് നമ്പർ തന്നിട്ടുള്ളത് കൊണ്ടാണ്. 4, 5 അതിലധികമോ നമ്പർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ A3, A4, A5 എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്ത് പോകണമായിരുന്നു. ഇവിടെ മൂന്ന് നമ്പറേ തന്നിട്ടുള്ളൂ, സോ നമ്മൾ A3 വരെ അതിനെ അറേഞ്ച് ചെയ്തു. ശേഷം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് A മീൻ ആണ്. എങ്ങനെയാണ് A മീൻ കണ്ടുപിടിക്കുക? എങ്ങനെയാണ് നമ്മൾ മീൻ വാല്യൂ കണ്ടുപിടിക്കുക? നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ നമ്പേഴ്സിനെ എല്ലാം കൂടി അങ്ങ് കൂട്ടുക. എന്നിട്ട് എത്ര നമ്പറാണോ തന്നിട്ടുള്ളത് ആ എണ്ണം കൊണ്ട് അങ്ങ് ഹരിക്കുക. ഇവിടെ നമുക്ക് മൂന്ന് നമ്പറല്ലേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, സോ നമ്മൾ ആ മൂന്ന് നമ്പർ ആദ്യം തന്നെ അങ്ങ് കൂട്ടി വയ്ക്കുക. 3.7 + 3.2 + 2.1 ഡിവൈഡഡ് ബൈ എത്ര നമ്പറാണ് തന്നിട്ടുള്ളത്? 3 അല്ലേ. അപ്പോൾ നമ്മൾ എത്ര കൊണ്ട് ഹരിച്ചു? 3 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 3 എന്ന് കിട്ടി. അങ്ങനെ നമ്മൾ A മീൻ വരെ കണ്ടുപിടിച്ചു. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ A1, ഡെൽറ്റ A2, ഡെൽറ്റ A3 ആണ്. ഡെൽറ്റ A1 കണ്ടുപിടിക്കാൻ മോഡുലസ് ഓഫ് A1 - A മീൻ എന്ന ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം A1ലേക്ക് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് A1 3.7 ആണ് അല്ലേ. സോ 3.7 - A മീൻ എത്ര കിട്ടിയത്? 3. അപ്പോൾ 3.7 - 3. അപ്പോൾ നമുക്ക് അവിടെ ഒരു ആൻസർ കിട്ടും. അടുത്തത് ഡെൽറ്റ A2 കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ നമ്പറിലേക്ക് പോവാം. രണ്ടാമത്തെ നമ്പർ 3.2. 3.2 മൈനസ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള A മീൻ 3. സോ 3.2 - 3 എന്നുള്ള ആൻസർ എത്ര കിട്ടും? 0.2 എന്ന് കിട്ടും. അടുത്ത ഡെൽറ്റ A3 കണ്ടുപിടിക്കാൻ മൂന്നാമത്തെ നമ്പർ അഥവാ A3. A3 എന്ത് കുറയ്ക്കുക? A മീൻ കുറയ്ക്കുക. സോ 2.1 - 3 എത്ര ആൻസർ കിട്ടും? 0.9 ആൻസർ കിട്ടും. ഈ ലാസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 2.1 നമ്മൾ 3 കുറയ്ക്കുക. ചെറുതെന്ന് വലുതാണ് കുറയ്ക്കുന്നത്. സ്വാഭാവികമായിട്ട് ഉത്തരത്തിൻ്റെ കൂടെ നെഗറ്റീവ് വരും അല്ലേ. അതൊഴിവാക്കാൻ വേണ്ടിയിട്ട്, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡുലസിൻ്റെ ഉള്ളിൽ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യണം. മോഡുലസിൻ്റെ ഉള്ളിൽ നമ്പർ കൊടുക്കുമ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പുറത്തെടുത്ത് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയായിട്ട് എഴുതണം? പോസിറ്റീവായിട്ട് വേണം എഴുതാൻ. ഇവിടെ 0.9 അല്ല കിട്ടേണ്ടത്, -0.9 ആണ്. അത് മോഡലിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് എടുത്ത് എഴുതിയപ്പോൾ എന്തായിട്ട് എഴുതിയത്? പോസിറ്റീവ് 0.9 ആയിട്ട് എഴുതിയത് കേട്ടോ. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അത് പുറത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ എന്തായിട്ട് എഴുതണം? പോസിറ്റീവായിട്ട് വേണം എഴുതാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഡെൽറ്റ A1, ഡെൽറ്റ A2, ഡെൽറ്റ A3 കണ്ടുപിടിച്ചു. അടുത്ത സ്റ്റെപ്പ് ഡെൽറ്റ A മീൻ കണ്ടുപിടിക്കാനാണ്. ഡെൽറ്റ A മീൻ കണ്ടുപിടിക്കാൻ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഈ മൂന്ന് വാല്യൂല്ലേ, അത് മൂന്നും അങ്ങ് ആഡ് ചെയ്യുക. എന്നിട്ട് എത്ര കൊണ്ട് ഹരിക്കുക? 3 കൊണ്ട് ഹരിക്കുക. കാരണം എന്താ? മൂന്ന് നമ്പർ അല്ലേ ഉള്ളത്. നമുക്ക് കിട്ടിയിട്ടുള്ള ഡെൽറ്റ A1, ഡെൽറ്റ A2, ഡെൽറ്റ A3 അങ്ങ് കൂട്ടി വയ്ക്കുക. എന്നിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 0.7 + 0.2 + 0.9 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ ആൻസർ എത്ര കിട്ടും? 0.6 കിട്ടും. അടുത്ത സ്റ്റെപ്പ് ഡെൽറ്റ A മീൻ ബൈ A മീൻ × 100 ആണ്. ഡെൽറ്റ A മീൻ 0.6 കിട്ടി, A മീൻ 3 കിട്ടി. സോ 0.6 ഡിവൈഡഡ് ബൈ 3 × 100 ചെയ്യുക. എത്ര പെർസെൻറ്റേജ് ആൻസർ കിട്ടി? 20% ആൻസർ കിട്ടി. ഇപ്പം നമ്മൾ എങ്ങനെയാണ് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സിനെ A1, A2, A3 എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്യാം. എന്നിട്ട് എയുടെ മീൻ വാല്യൂ കണ്ടുപിടിക്കുക. എല്ലാ നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. ഇനി ഡെൽറ്റ A1, ഡെൽറ്റ A2, ഡെൽറ്റ A3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ നമ്പറിൽ നിന്ന് 3 മൈനസ് ചെയ്യുക. 3 എന്താണ്? A മീനാണ് അല്ലേ. പിന്നെ രണ്ടാമത്തെ നമ്പറിനും മൂന്നാമത്തെ നമ്പറിനും ഈ A മീൻ കുറച്ചുകൊണ്ടിരിക്കുക. ഇനി ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ 3 വാല്യൂവിൻ്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കുക. അതിനെയാണ് നമ്മൾ ഡെൽറ്റ A മീൻ എന്ന് പറയുക. ആ 3 നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് എത്ര കൊണ്ടായിരിക്കുക? 3 കൊണ്ടായിരിക്കുക. ശേഷം ഡെൽറ്റ A മീൻ ബൈ A മീൻ × 100 ആണ്. ഡെൽറ്റ A മീൻ 0.6 കിട്ടി, A മീൻ നമുക്ക് 3 കിട്ടി. സോ 0.6 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമുക്ക് എത്ര? × 100 നമുക്ക് എത്ര ആൻസർ കിട്ടും? 20% ആൻസർ കിട്ടും. പെർസെൻറ്റേജ് എറർ കാണാനുള്ള പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഈ ഒരു പ്രോബ്ലം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ബുള്ളറ്റ് ഓഫ് മാസ് 20 gram ഈസ് ഫയർഡ് ഫ്രം എ ഗൺ ഓഫ് മാസ് 10 kilogram ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി 100 m/s. ഫൈൻഡ് ദ റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് റീകോയിൽ വെലോസിറ്റി ആണ്. അപ്പോൾ എങ്ങനെയാണ് റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കുക? അതിനൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. V = -mv ഡിവൈഡഡ് ബൈ m. സ്മോൾ ലെറ്റർ m എന്താ? ബുള്ളറ്റിൻ്റെ മാസ്. സ്മോൾ ലെറ്റർ v എന്താ? ബുള്ളറ്റിൻ്റെ വെലോസിറ്റി. ക്യാപിറ്റൽ ലെറ്റർ M എന്താ?
ഗണ്ണിൻ്റെ മാസ്. ക്യാപിറ്റൽ ലെറ്റർ വി എന്താ? ഗണ്ണിൻ്റെ വെലോസിറ്റി. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താ? ഗണ്ണിൻ്റെ വെലോസിറ്റിയാണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ആദ്യം നോക്കാം. ഇക്വേഷനിൽ ആദ്യം വരുന്നത് സ്മോൾ ലെറ്റർ എം അല്ലേ. സോ സ്മോൾ ലെറ്റർ എം തന്നെ തന്നിട്ടുണ്ടോ നോക്കാം അല്ലേ. സ്മോൾ ലെറ്റർ എം ബുള്ളറ്റിൻ്റെ മാസാണ് അല്ലേ. ഇത് അവിടെ തന്നിട്ടുണ്ടെന്ന് നോക്ക്. എ ബുള്ളറ്റ് ഓഫ് മാസ് 20 ഗ്രാം തന്നിട്ടില്ലേ ക്വസ്റ്റ്യനിൽ. ബുള്ളറ്റിൻ്റെ മാസ് 20 ഗ്രാം എഴുതി. ഇനി പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് ഗ്രാമിലാണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ എന്തിലേക്ക് മാറ്റണം? കിലോഗ്രാമിലേക്ക് മാറ്റണം അല്ലേ. എങ്ങനെയാണ് നമ്മൾ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റുക? 20 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. നമുക്ക് എത്രയാണോ ഗ്രാം വാല്യൂ തന്നിട്ടുള്ളത് ആ വാല്യൂവിനെ 1000 കൊണ്ടങ്ങ് ഹരിക്കുക. ഇപ്പോൾ ഇത് ഗ്രാമിൽ തന്നിട്ടുള്ളതിനെ കൊണ്ട് കിലോഗ്രാമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുകൊണ്ട് ഹരിച്ചത്? 1000 കൊണ്ട് ഹരിച്ചിട്ടുള്ളത് കേട്ടോ. ഓർത്ത് വയ്ക്കുക, ഗ്രാമിലാണ് തന്നതെങ്കിൽ നമ്മൾ അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് 1000 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് സ്മോൾ ലെറ്റർ എം കിട്ടി. അടുത്തത് നമുക്ക് സ്മോൾ ലെറ്റർ വി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കാം. സ്മോൾ ലെറ്റർ വി എന്താ? ബുള്ളറ്റിൻ്റെ വെലോസിറ്റി. വെലോസിറ്റി 100 മീറ്റർ പെർ സെക്കൻഡ്. ബുള്ളറ്റിൻ്റെ വെലോസിറ്റി എത്ര തന്നിട്ടുണ്ട്? 100 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എം ആണ് ഇക്വേഷനിലുള്ളത്. ക്യാപിറ്റൽ ലെറ്റർ എം പറഞ്ഞു കഴിഞ്ഞാൽ ഗണ്ണിൻ്റെ മാസ് തന്നിട്ടില്ലേ. ഗൺ ഓഫ് മാസ് 10 കിലോഗ്രാം. അത് ഓൾറെഡി കിലോഗ്രാമിലാണ്. പിന്നെ നമ്മൾ മാറ്റാനൊന്നും പോകണ്ട അല്ലേ. സോ 10 കിലോഗ്രാം. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെല്ലാം ഇക്വേഷനിലേക്ക് കൊടുത്താൽ പോരെ. സ്മോൾ ലെറ്റർ എമ്മിൻ്റെ സ്ഥാനത്ത് 0.02 കൊടുക്കുക, വിയുടെ സ്ഥാനത്ത് 100 കൊടുക്കുക, എമ്മിൻ്റെ സ്ഥാനത്ത് 10 കൊടുക്കുക. ലാസ്റ്റ് ആൻസർ -0.2 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. സോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ v = -mv/m ആണ്. ഇതിൽ മാസ് ഗ്രാമിലാണ് തന്നതെങ്കിൽ നമ്മൾ അതിന് എന്തിലേക്ക് മാറ്റണം? കിലോഗ്രാമിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് 1000 കൊണ്ട് ഹരിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ബാങ്കിങ് for a curved path of radius 20 meter suitable for a maximum speed of 200 meter per second. ഒരു കർവ്ഡ് പാത്ത്, അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 20 ആണ്. അവിടെ കൂടെ പോണ വെലോസിറ്റി തന്നിട്ടുണ്ട് 200 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ആംഗിൾ ഓഫ് ബാങ്കിങ് ആണ്. എങ്ങനെയാണ് ആംഗിൾ ഓഫ് ബാങ്കിങ് കണ്ടുപിടിക്കുക? അതിൻ്റെ ഇക്വേഷൻ എന്താ? θ = tan inverse v² ഡിവൈഡഡ് ബൈ RG ആണ്. θ = tan inverse v² ഡിവൈഡഡ് ബൈ RG. ഇതിൽ v സ്പീഡാണ്, r റേഡിയസ് ആണ്, g 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ നമുക്കിനി ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചാൽ ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ബാങ്കിങ് ഫോർ എ കർവ്ഡ് പാത്ത് ഓഫ് റേഡിയസ് എത്ര തന്നിട്ടുണ്ട്? 20 മീറ്റർ. സോ സ്മോൾ ലെറ്റർ r തന്നിട്ടുണ്ട് 20 മീറ്റർ. സ്യൂട്ടബിൾ ഫോർ എ മാക്സിമം സ്പീഡ് ഓഫ് 200 മീറ്റർ പെർ സെക്കൻഡ്. സോ വിയും തന്നിട്ടുണ്ട് 200 മീറ്റർ പെർ സെക്കൻഡ്. ജീൻ്റെ വാല്യൂ നമുക്കറിയാം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് കൊടുത്താൽ പോരെ. θ = tan inverse വിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 200ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആറിൻ്റെ സ്ഥാനത്ത് 20 ഇൻറ്റു g 9.8. ലാസ്റ്റ് ചെയ്യുമ്പോൾ 89.71 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ ഓഫ് ബാങ്കിങ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ഓർത്ത് വയ്ക്കുക, ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. θ = tan inverse v² ഡിവൈഡഡ് ബൈ RG. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 20 കിലോഗ്രാം ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി 200 മീറ്റർ പെർ സെക്കൻഡ്. ഫൈൻഡ് ദ മൊമെൻറ്റം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. മൊമെൻറ്റം പി അല്ലേ. പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? P = mv മാസ് ഇൻറ്റു വെലോസിറ്റി. P = മാസ് ഇൻറ്റു വെലോസിറ്റി. എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്? മാസും വെലോസിറ്റിയും തന്നിട്ടുണ്ടോ നോക്കുക. ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ മാസും വെലോസിറ്റിയും തന്നിട്ടുണ്ട് അല്ലേ. മാസ് എത്ര തന്നു? 20 കിലോഗ്രാം. മൂവിങ് വിത്ത് എ വെലോസിറ്റി 200 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ P = മാസ് ഇൻറ്റു വെലോസിറ്റി. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 20 ഇൻറ്റു 200 എത്ര കിട്ടും? ആൻസർ 4000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. എങ്ങനെയാണ് നമ്മൾ മൊമെൻറ്റം കണ്ടുപിടിക്കേണ്ടത്? P = m ഇൻറ്റു v. എം മാസാണ്, v വെലോസിറ്റിയാണ്. മാസും വെലോസിറ്റിയും തന്നാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൊമെൻറ്റം കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ ആംഗുലാർ വെലോസിറ്റി ഓഫ് എ സെക്കൻഡ് ഹാൻഡ് ഓഫ് എ വാച്ച്. ഒരു വാച്ചിൻ്റെ ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കണം. ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ω = 2π ഡിവൈഡഡ് ബൈ t ആണ്. ഈ t ടൈം പീരീഡ് ആണ്. ഇവിടെ നമുക്ക് 1 മിനിറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കണം. മിനിറ്റിലിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മളതിനെ സെക്കൻഡിലേക്ക് മാറ്റണ്ടേ. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡ് അല്ലേ. അപ്പോൾ ടിയുടെ സ്ഥാനത്ത് ഇവിടെ എത്ര വന്നു? 60 വന്നു. ഇനി ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് കൊടുത്താൽ പോരെ. ω =
2 ഇൻറ്റു പൈൻ്റെ വാല്യൂ എത്രയാ 3.14 ഡിവൈഡഡ് ബൈ ടി. ഇപ്പോൾ നമ്മൾ എത്ര സെക്കൻഡ് അടുത്ത 60 സെക്കൻഡ്. ഇത് ചെയ്യുമ്പോൾ ലാസ്റ്റ് ആൻസർ 0.104 റാഡ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇത്രയും പ്രോബ്ലത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക. ഒന്നാമത്തത് ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈക്വൽ ടു 2π/t ആണ്. അടുത്തത് നമുക്ക് ആംഗിൾ ഓഫ് ബാങ്കിങ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് v²/rg ആണ്. നെക്സ്റ്റ് നമ്മളോട് റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ v ഈക്വൽ ടു -mv/m ആണ്. ഇത്രയും പ്രോബ്ലംസ് ഒക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ 2 മൊഡ്യൂളിൽ നിന്ന് പ്രോബ്ലം സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽസ്. നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആൻസറിൻ്റെ കൂടെ യൂണിറ്റ് ചേർത്ത് എഴുതാൻ ശ്രമിക്കുക. ഗ്രാമിലൊക്കെ തന്നിട്ടുള്ള വാല്യൂസ് ആണെങ്കിൽ അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം. പിന്നെ എല്ലാ വാല്യൂസും കറക്റ്റ് കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന സമയത്ത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിലുള്ള പോർഷൻ ആദ്യം ചെയ്തതിന് ശേഷം ബാക്കി സ്റ്റെപ്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും നന്നായിട്ട് പഠിക്കുക.